കണ്ടതുമില്ല എടുത്തതുമില്ല. അപ്പൊ ഇത് ഏതാണ്ടൊരു സാക്ഷിത്വം വെച്ച് ആ ബ്രഹ്മമാർഗം ചെയ്തതുപോലെയാണ്. ആദ്യം ഏറ്റവും അറിവുള്ളവന് ചെയ്യാത്തത് കൊണ്ട് അവന്റെ ഇടയിലേക്ക് ഒരു ഗുരുവെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവന് കൂടി ചെയ്യിപ്പിക്കാൻ നോക്കി. അത് ചെയ്ത് അവൻ ആദ്യം ഇങ്ങനെയാണ് ഈ സമുദായം വെച്ചുകൊണ്ടെങ്കിലും ഇങ്ങനെ താഴോട്ട് വന്ന് താഴെയുള്ള ജനങ്ങളിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി 2 വശം ആ ബ്രഹ്മശക്തി ചെയ്ത്. ഒന്ന് തന്തയില്ലാതെ ജനിപ്പിക്കും. തന്തയില്ലാതെ ജനിക്കില്ല, എന്നാൽ തന്തയില്ലാത്ത ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കും. വേറൊന്ന് വീട്ടിൽ താമസിക്കാൻ സൗകര്യമില്ലാതെ ആക്കിക്കൊടുക്കും. പക്ഷെ പോയത് എവിടെയാണ്? വീണ്ടും വട ഇന്ത്യയിൽ പോയി ഈ സംസ്കൃതത്തിന്റെ എല്ലാ വിധത്തിലുള്ള പാണ്ഡിത്യം നേടിയിട്ട് ആ വഴിയിലേക്ക് തിരിഞ്ഞ് തന്റേതായ ഒരു പുതിയ ആശയം കൊണ്ടുവന്നതാ ദ്വൈതം. സംഗതി ശരിയാണ്. ഇതിൽ കൂടി സന്യാസം ഇവിടെ ശക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്, യുക്തമായിട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഈ സവർണ വിഭാഗിത എങ്ങനെ മാറി എങ്ങനെ മാറ്റും ചിന്തിച്ചതേ ഇല്ല. അതങ്ങനെ കളഞ്ഞപ്പോഴാണ് വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്ത ഈ ശൂദ്രവർഗത്തിൽ തന്നെ അത് ഇനി ഒന്ന് നടപ്പിലാക്കിയേക്കാം. പക്ഷെ ഈ ശൂദ്രവർഗം എന്ത് ചെയ്ത് തിന്നാനും ഉടുക്കാനും ഉള്ളവനെല്ലാം സവർണനായി മാറുക. വേറെ വേദാധികാരമില്ല. രാജ്യത്ത് ഭരിക്കുന്നതിന് അവന് ഇവന്റെ അധികാരം വേണം. ആര് വേണം? ഈ നൂല് കെട്ടിയിട്ട വർഗത്തിന്റെ അധികാരം ഇല്ലെങ്കിൽ ഇവന് ഭരിക്കാനൊക്കില്ല. അത് എരണ്യഗർഭത്തിൽ സംഭവിപ്പിച്ചിട്ട് ആക്കിയെടുക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ ശൂദ്രന്റെ ഇടയിൽ കിട്ടിയിട്ട് ഈ ശൂദ്രൻ ഇതുപോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോഴും മാനക്കേടില്ലാതെ സംസാരിക്കുക, മാറ്റുവാർത്തിക്കുകയാണ്. ഞാനൊരു സവർണനായി പോയതുകൊണ്ട് എനിക്ക് ജോലിയില്ല. മര്യാദയ്ക്ക് അവനോട് ചോദിക്കുകയാണെങ്കിൽ അവൻ എന്ത് പറയും? നീ ഏതാണ് സവർണൻ? നീ എപ്പോഴായി? വേദശാസ്ത്രപ്രകാരമുള്ള അറിവോടുകൂടിയോ അതോ നിയമവിധിയിലുള്ള അറിവോടുകൂടിയോ നീ എങ്ങനെയാണ് ഇവിടെ സവർണനായത്? അറിയില്ല. അപ്പൊ ഉടുക്കാനും തിന്നാനും വ്യക്തമായി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴേ അവൻ കേറി ഇത് സവർണനായിരിക്കുക. ഇതുകൊണ്ട് എന്ത് പറ്റി? ഈ അവർണം കയറി സവർണനായതുകൊണ്ട് നമുക്ക് പറ്റിയ നാശം വളരെ വലുതാണ്. അങ്ങനെയുള്ള ആ സവർണനെന്ന് വിചാരിച്ചവന്റെ വീട്ടിൽ പൂജ നടത്തുന്നതും പൂജ നടത്തിപ്പിക്കുന്നതും എല്ലാം ഈ സവർണനെന്ന് വിചാരിക്കുന്ന ഏറ്റവും മുന്തിയവനെ കൊണ്ടാണ്.